പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം അനുസരിച്ച് തീർച്ചയായും ലോകത്ത് മനുഷ്യ സമൂഹങ്ങൾ എവിടെയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവിടെയെല്ലാം പ്രവാചകന്മാർ ഈ സന്ദേശവുമായി, ഈ നദീറുമായി, ഈ സത്യസന്ദേശവുമായി കടന്നു വരാതെ ലോകത്ത് ഒരു മനുഷ്യകുലവും കഴിഞ്ഞു പോയിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിപ്പിക്കുകയാണ്. മറ്റു ലോക ചരിത്രങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നു പോകേണ്ടതില്ല. ഒരു റിപ്പബ്ലിക് ഡേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം പുതിയ സന്ദർഭത്തിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തെ മനുഷ്യന്മാരെ കുറിച്ച് തന്നെ പഠിക്കുമ്പോ ഇന്ത്യ രാജ്യത്തെ മനുഷ്യരുടെ ചരിത്രത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. 1921 സർജോബ് മാർഷൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി, തലവനായി കടന്നു വന്ന സന്ദർഭത്തിലാണ് സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചുള്ള ചരിത്ര ഗവേഷണങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടന്നത്. സിന്ധു സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ചരിത്ര വിഭാഗം പഠിക്കുന്നതും അതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകളും നടത്തുന്നത്. ഇവിടെ ഏറെ ശ്രദ്ധേയമായ വിഷയം, സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് ജീവിച്ചിരുന്ന മനുഷ്യർ, അവർ ജീവിച്ചിരുന്ന നാട്, അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന അനേകം സന്ദർഭങ്ങൾ, അവരുടെ ആയുധങ്ങൾ, അതുപോലെ തന്നെ അവരുടെ നഗര സംവിധാനങ്ങൾ, വാസ്തുവിദ്യകൾ, കരകൗശല വസ്തുക്കൾ, കെട്ടിട നിർമ്മാണം, ശുചീകരണ സംവിധാനങ്ങൾ, കൃഷി, അതുപോലെ തന്നെ കച്ചവടം, കന്നുകാലികളെ വളർത്തൽ തുടങ്ങി വലിയ അവർ ജീവിച്ചിരുന്ന ഒരു നാടിനെ ഇതുമായി ബന്ധപ്പെട്ട് ഹാലേപ്പ് എന്ന പേരിൽ ഇന്ത്യ രാജ്യത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കുടിച്ചെടുക്കുകയുണ്ടായി. 1921 ഇത് കുടിച്ചെടുക്കുമ്പോഴാണ് ഇന്ത്യ രാജ്യത്തെ മനുഷ്യ ചരിത്രത്തിന് 5000 വർഷത്തെ പാരമ്പര്യമുണ്ടെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ തിരിച്ചറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യയിലും നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും, കേരളത്തിൽ വയനാട് ജില്ലയിൽ എടക്കൽ ഗുഹയുമായി ബന്ധപ്പെട്ട് വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. അവിടെയും 4000 വർഷത്തിന് മുമ്പ് മനുഷ്യർ ഈ പ്രദേശങ്ങളിലെല്ലാം ജീവിച്ചിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. കർണാടകയിൽ സങ്കടകല്ലു എന്ന് പറയുന്ന ഒരു പ്രദേശം ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടന്ന് ഇതേ രൂപത്തിൽ തന്നെ 3000 വർഷത്തിന് മുമ്പ് ഈ നാട്ടിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നത് ചരിത്രപരമായി അക്കാഡമിക്കലായ തെളിവുകളുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യമനുസരിച്ച്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ഈ ഇടങ്ങളിലെല്ലാം, നമ്മുടെ ഈ ഇടങ്ങളിലെല്ലാം മനുഷ്യർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നതിനെ തെളിവുകളെ നമ്മൾ മുഖവിലക്കെടുത്ത് ചർച്ച നടത്തുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാടുകളിലെല്ലാം, ഈ മനുഷ്യർ ജീവിച്ച ഇടങ്ങളിലെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടാകണം. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന, സലഫിയായിരുന്ന, മുസ്ലിമായിരുന്ന, പണ്ഡിതനായിരുന്ന ബഹുമാന്യനായ അബുൽ കലാം ആസാദ് റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഏറെ ശ്രദ്ധേയമായി പരിശുദ്ധ ഖുർആന് തഫ്സീർ എഴുതിയ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ തഫ്സീറിൽ ഈ വിഷയം വളരെ വിശദമായി എടുത്തു കൊടുക്കുന്നത് കാണാൻ കഴിയും. ഇന്ത്യ രാജ്യത്തെ മനുഷ്യരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 5000 വർഷം പാരമ്പര്യമുള്ള ഇന്ത്യയിലെ മനുഷ്യരുടെ ചരിത്ര താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിനർത്ഥം ഇന്ത്യയിൽ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ ഏകദൈവ വിശ്വാസികളായി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു എന്നും അദ്ദേഹം സമർത്ഥിക്കുന്ന കൃത്യമായ രൂപത്തിൽ കാണാൻ കഴിയും. കാരണം സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് കുടിച്ചെടുത്ത നഗരങ്ങളുടെ ശേഷിപ്പുകൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിത സന്ദർഭവുമായി ബന്ധപ്പെട്ട അനേകം സന്ദർഭങ്ങൾ അവിടെ നിന്ന് കുടിച്ചെടുത്തു. എന്നാൽ ആ കുടിച്ചെടുക്കപ്പെട്ട ഒന്നിലും ഒരു വിഗ്രഹത്തിന്റെ തുണ്ടുപോലും, അതുപോലെ തന്നെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഒരടയാളങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്നത് ചരിത്ര സത്യമാണ്. അഥവാ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ പൂർവികർ ഏകദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനമായി ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരായിരുന്നു എന്നർത്ഥം. പിന്നീട് എവിടെ നിന്നാണ് ഈ വിഗ്രഹാരാധന നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്? അതും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. BC 1200-കളിൽ, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന് 1200 വർഷത്തിന് മുമ്പ് ഉത്തര ധ്രുവത്തിൽ നിന്ന് പലായനം ചെയ്ത് ഇറാനിലേക്ക്, പേർഷ്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ അവിടെ നിന്ന് മജൂസികളായി വിഗ്രഹാരാധന സ്വീകരിച്ച് പിൽക്കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തേക്ക് പലായനം ചെയ്യുകയും, ഇന്ത്യയിലേക്ക് അവർ പലായനം ചെയ്യുമ്പോൾ അവർ അവിടെ ഇറാനിൽ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ, ആരാധനാമൂർത്തികളെ ഇന്ത്യ രാജ്യത്തേക്ക് അവർ കൊണ്ടുവരികയും അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏകദൈവ വിശ്വാസികളായ ആളുകൾക്കിടയിൽ അത് പരിചയപ്പെടുത്തുകയും ചെയ്തു. അവിടെ മുതലാണ്, BC 1200-കൾ മുതലാണ് ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് ആര്യന്മാർ യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകൾ എഴുതുന്നത് ആ കാലഘട്ടത്തിലാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ ആ വേദഗ്രന്ഥം എഴുതിയപ്പോ ഇവിടത്തെ പൂർവികരായ ആളുകൾ,
പലപ്പോഴും ആ പൂർവികരെ ഇന്ത്യ രാജ്യത്ത് തൗഹീദുള്ള ഏകദൈവ വിശ്വാസത്തിൽ പോയിരുന്ന ഏകദൈവ വിശ്വാസികളെ ഇവിടേക്ക് കടന്നു വന്ന ആര്യന്മാർ പലപ്പോഴും പരിചയപ്പെടുത്തിയിരുന്നത് ദസ്യൂക്കൾ എന്നാണ്. ദസ്യൂക്കൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെ ജീവിച്ചിരുന്ന ആ തൗഹീദുള്ള ആളുകൾ അവരുടെ ദൈവത്തെ പലപ്പോഴും അവർ കാണുകയും വിശദീകരിക്കുകയും ചെയ്തിരുന്നത് ഓം. ഇന്ന് നമ്മൾ പലപ്പോഴും അമ്പലങ്ങളിൽ അതുപോലെ തന്നെ പല സംഘടനകളുടെയും പതാകകളിൽ മാത്രം നമുക്ക് കണ്ടുപരിചയമുള്ള ഓം എന്ന പ്രത്യേക അടയാളത്തിലൂടെയാണ് അവർ ദൈവത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നത്. അത് ദൈവത്തിന്റെ പേരായി അവർ അംഗീകരിച്ചിരുന്നു. ഇന്ദുവാന എന്നതാണ് സംസ്കൃതത്തിൽ അതിന്റെ പൂർണ്ണ വിശദീകരണം. അവർ തൗഹീദുള്ള ആളുകളായിരുന്നു. ആ തൗഹീദുള്ള ആളുകളിലേക്ക് ആര്യന്മാർ കടന്നു വരികയും ഈ രൂപത്തിൽ ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് ഇവിടെ പുതിയ സംസ്കാരം കെട്ടിപ്പടിക്കുകയും ചെയ്തു. ആ രൂപത്തിൽ അവർ ഋഗ്വേദം അതുപോലെ തന്നെ സാമവേദം യജുർവേദം ഈ രൂപത്തിൽ വേദങ്ങൾ എഴുതി തുടങ്ങിയപ്പോ വിഗ്രഹാരാധനയുമായി അതിൽ പരാമർശിക്കപ്പെട്ട അനേകം സന്ദർഭങ്ങൾ കാണാം. എന്നാൽ അതിന്റെ കൂടെ ഇവിടെ പൂർവികമായി നിലനിന്നിരുന്ന ഏകദൈവ വിശ്വാസികളുടെ വിശ്വാസവും ഇതേ ആരാധന പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അമ്പലങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ രാവിലെ മുതൽ പ്രത്യേകമായി കേൾക്കാറുള്ള ചില വചനങ്ങളുണ്ട്. അഖണ്ഡനാമയജ്ഞം എന്ന പേരിൽ പല ആളുകളും പല ആവർത്തി അത് കേൾക്കാറുണ്ട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാപാപോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ഭൂതനാഥ സദാനന്ദ, ഭൂമി എന്ന് പറയുന്ന അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഭൂതൻ അഥവാ ദൈവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ ആ ഭൂതനാണ് അഥവാ ആ ദൈവമാണ്. എല്ലാത്തിനും കഴിവുള്ള, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന ആ ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നത്. രക്ഷ മഹാപാപോ ശാസ്ത്രേ തുഭ്യം നമോ നമ. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിലാണ് മുഴുവൻ രക്ഷയും സമാധാനവും എന്ന് ഇന്നും അമ്പലങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ശ്ലോകത്തിന്റെ വചനമാണ്. നമ്മൾ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അതേ ആശയം ഇതേ രൂപത്തിൽ ഹൈന്ദവ പുരാണങ്ങളിൽ വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ദൈവത്തിന് പ്രതിമയില്ലാത്ത രൂപമില്ലാത്ത ചിത്രമില്ലാത്ത ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ഇവിടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചിരുന്ന ആളുകൾ അവരുടെ സംസ്കാരത്തെ വിഗ്രഹാരാധനയുമായി കൂട്ടിക്കെട്ടിയ സന്ദർഭത്തിൽ പോലും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയാണ്. അഥവാ നമ്മുടെ പൂർവികന്മാർ പലപ്പോഴും ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം ഈ ഉമ്മത്തിനെതിരെ പല രൂപത്തിൽ ഈ പറയുന്ന അവരുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കുമ്പോ ഈ നാട്ടിലെ ആളുകളുടെ, നമ്മുടെ പൂർവികരായ ആളുകളുടെ വിശ്വാസത്തെ, അവരുടെ ഏകദൈവ സിദ്ധാന്തത്തെ നമ്മൾ വായിക്കുമ്പോ പഠിക്കുമ്പോ പരിശുദ്ധ ഇസ്ലാം എന്താണോ ഏകദൈവ വിശ്വാസവുമായി പഠിപ്പിക്കപ്പെട്ടത് അതേ ആദർശത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം ലോക ചരിത്രത്തിൽ നമ്മുടെ മണ്ണിൽ, നമ്മുടെ നാട്ടിൽ കടിഞ്ഞുപോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പിൽക്കാലഘട്ടത്തിൽ പല രൂപത്തിൽ വിഗ്രഹാരാധനകൾ പല ഉമ്മത്തിലും കടന്നു വന്ന പോലെ, പല സമൂഹത്തിലും കടന്നു വന്ന പോലെ ആ സമൂഹങ്ങളിലും കടന്നു വന്നു. മുസ്ലിം ഉമ്മത്തിനിടയിലും പരിശുദ്ധ ദീൻ, ആ ദീനിന്റെ സന്ദേശം തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ തേടുന്ന അവസ്ഥകൾ പലപ്പോഴും മാലകളിലൂടെയും മൗലൂദുകളിലൂടെയും നമ്മൾ കാണുകയുണ്ടായി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റസൂലേ, പ്രവാചകരെ നിങ്ങൾ ഞങ്ങൾക്കത് പുറത്തു തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്ന ആളുകൾ മുസ്ലിം ഉമ്മത്തിനിടയിൽ പോലും ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. അബ്ദുക്കൽ മിസ്കീനു യർജു, നബിയേ താങ്കളുടെ സാധുവായ അടിമയായ ഞങ്ങളിതാ പൂർണ്ണമായ ഔദാര്യത്തോടു കൂടി പ്രവാചകരെ ഞങ്ങൾ താങ്കളിലേക്ക് ഞങ്ങൾ കൈനീട്ടുകയാണ്. പ്രവാചകരെ മുഹമ്മദ് നബിയെ താങ്കളെ കുറിച്ച് ഏറ്റവും നല്ല ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ യാ ബശീറു യാ നദീറു, ബശീറായ നദീറായ നബിയേ ഫഅഗ്ഥ്നി വഅജ്ർനി, ഞങ്ങളെ സഹായിക്കണേ. യാ ഗിയാഥി യാ മലാദി, ഞങ്ങളുടെ അവലംബമായ പ്രവാചകരെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു നൽകണേ എന്നാണ്. അൻത ഗഫാറുൽ ഖതായ
വദ്ദുനൂബിൽ മൂബിഖാതി അൻത സത്താറുൽ മസാബി വമുഫീദുൽ ആഥറാതി അൻത ഗഫാറുൽ ഖതായ. താങ്കൾ പ്രവാചകരെ മുഹമ്മദ് നബിയെ താങ്കൾ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്. വദ്ദുനൂബിൽ മൂബിഖാതി വൻപാപങ്ങളെ അടക്കം പുറത്തു തരാൻ കഴിവുള്ളവനാണ് പ്രവാചകരെ താങ്കൾ. അന്തസത്താറുൽ മസാവി ഞങ്ങളുടെ തെറ്റുകളെയെല്ലാം മറച്ചു കളയുന്ന ഒരു മറയാണ് നീ. വമുഖീദുൽ ആഥറാതി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തെറ്റുകളെ കുറ്റങ്ങളെയെല്ലാം മറച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ റസൂലുള്ളാഹിനോട് ഏറ്റുപറയാൻ. ഇതേ രൂപത്തിലുള്ള ആശയ വൈകൃതങ്ങളാണ്, വിശ്വാസ വൈകൃതങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഈ നാട്ടിൽ ജീവിച്ചു പോയ നമ്മുടെ പൂർവികരിലെല്ലാം സംഭവിച്ചത്. ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി വന്ന അതേ പ്രവാചകന്മാരെ ആരാധിക്കപ്പെടുന്ന അതേ പ്രവാചകന്മാരോട് ആവലാദികൾ വേവലാദികൾ ബോധിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചതാണല്ലോ. അല്ലാഹു അല്ലാതെ ആരാണടാ പാപം പൊറുക്കാനുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ അല്ലാഹു മാത്രമല്ല റസൂലുള്ളാഹിയും പാപം പൊറുക്കും, മഹാന്മാര് പാപം പൊറുക്കും, കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാര് പാപം പൊറുക്കുമെന്ന ആ വിശ്വാസ ജീർണത, മുൻകഴിഞ്ഞ സമൂഹങ്ങൾ പിടച്ചുപോയ ആ ചിർക്കിന്റെ ജീർണത മുസ്ലിം ഉമ്മത്തിനിടയിലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ പ്രഥമ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യവും ഉള്ളവരാവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ശിർക്കിന്റെ കൊത്തളങ്ങളിലേക്ക് കടന്നു എന്ന് ഈ തൗഹീദിന്റെ ശക്തമാർന്ന പ്രഭയെ പ്രഖ്യാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. പടച്ചറബിന്റെ ഏകത്വത്തെ, പടച്ചറബിന്റെ വഹദാനിയത്തിനെ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ചെറിയ സൂറത്ത്, ഓരോ ചെറിയ കുട്ടിക്കും മനപ്പാടമുള്ള സൂറത്ത്. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഏകനാണ്, ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ സൃഷ്ടാവ് അവൻ ഏകനാണ്, ഒരുവനാണ്. ഇതേ പ്രയോഗം പരിശുദ്ധ ഖുർആനിന്റെ 7ഓളം ഭാഗങ്ങളിൽ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ രൂപത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനർത്ഥം അത്രയേറെ വളരെ ഗൗരവം ഈ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ അടിസ്ഥാനത്തിനുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ഗൗരവമുള്ളവരാവണം ഈ ഉമ്മത്ത്. ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് കടന്നു എന്ന് ഈ സന്ദേശത്തെ ആത്മാർത്ഥമായി പ്രബോധനം നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും